എല്ലാവരും സുഖായിരിക്കുന്നെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ഉള്ള ഒരു സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഒരു തവണയെങ്കിലും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇഷ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാ. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് ട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. ഈ സ്നാക്ക് റെഡിയാക്കി എടുക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് വേണ്ടത് ചവ്വരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കപ്പ് ചവ്വരിയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് സാഗോ സീഡ്സ് എന്നാണ് കേട്ടോ ഇതിന് പറയാ. നമുക്ക് എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇത് വാങ്ങാനായിട്ട് കിട്ടും. അപ്പോൾ എല്ലാവരും ചോദിക്കാറുണ്ട് ട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് കുതിർത്തി എടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് വെള്ളമൊഴിച്ച് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം വേണം കേട്ടോ ഒഴിച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് സമയം ഇല്ലാണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. ഇനി ഇതൊന്ന് കുതിർന്ന് വരട്ടെ. അതിന് ശേഷം നമുക്ക് എടുക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ കണ്ടോ ചവരിയെല്ലാം നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട്. നന്നായിട്ട് തന്നെ സോഫ്റ്റ് ആയിട്ട് വന്നു. അപ്പോൾ ഇനി നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് ഇതെല്ലാം ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി ഒരു പാൻ എടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ഊറ്റിയെടുത്തുള്ള ചവരിയില്ലേ ഇതിട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇനി കുറച്ച് നേരം നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോഴത്തേക്കും ചവരിയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വരും ട്ടോ. അപ്പോൾ ഇതെല്ലാം ഒന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം നല്ലതുപോലെ തിളപ്പിച്ചെടുത്തു. അപ്പോൾ കണ്ടോ ചവരിയെല്ലാം നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ട് വന്നു. അതുപോലെ തന്നെ കണ്ടോ ചെറുതായിട്ടൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് വാഷ് ചെയ്തെടുക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് ചെറിയ പശ പോലെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ പേരിൽ ഇതിങ്ങനെ നന്നായിട്ട് ഒട്ടി വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ വരാതെ ഇതെല്ലാം നന്നായിട്ടൊന്ന് സെപ്പറേറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്ത് വാഷ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി ഈ സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇത് കാരമൽ ചെയ്തിട്ടാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഷുഗർ കാരമൽ ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1/2 കപ്പ് ഷുഗർ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കാം. ഈ ഷുഗർ എല്ലാം നല്ലതുപോലെ ഒന്ന് കാരമലായിട്ട് വരട്ടെ. ഇപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ കണ്ടോ ഷുഗർ എല്ലാം നന്നായിട്ട് തന്നെ മെൽറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഇത് കുറച്ച് നേരം കൂടെ ഒന്ന് ചൂടാക്കി എടുക്കണം. അപ്പോഴത്തേക്ക് ഇതിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറിയിട്ട് നല്ലൊരു ബ്രൗൺ കളറായിട്ടൊക്കെ വരും. അപ്പോൾ അതുവരെ നമുക്കൊന്നുകൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തു. അപ്പോൾ കണ്ടോ നമ്മുടെ ഷുഗർ കാരമൽ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. നല്ല തിളച്ച വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. തണുത്ത വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ 1 കപ്പ് നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട്. ഇത് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കാരമൽ ഇങ്ങനെ കട്ടയായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ വരാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നമ്മൾ ചൂടാക്കുന്നതനുസരിച്ചിട്ട് ഇത് മെൽറ്റ് ആയിട്ട് വരും. ഇനി ഇത് കുറച്ച് നേരം ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഇപ്പോൾ ഇതൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്നാക്കിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിലേക്ക് ഇനി ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഫ്രൂട്ട്സ് ഇതിൽ കാരമലിൽ കിടന്നിട്ട് വേണം ഒന്ന് ചൂടാക്കിയിട്ടൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ഇതിലേക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഇതാ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. എത്രത്തോളം വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡേറ്റ്സ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ പേരിൽ നമ്മൾ ഈ സ്നാക്കിലേക്ക് ഇനി വേറെ മധുരമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴമാണ്. ഒരു പഴത്തിൻ്റെ പകുതിയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത്രയും മതിയാവും. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് ആപ്പിളും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ ആപ്പിളാണ് ട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതെല്ലാം ദേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. ഇനി നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. ആ ഫ്രൂട്ട്സ് എല്ലാം ഈ കാരമലിൽ നല്ലതുപോലെ ഒന്ന് കുക്കായിട്ട് വരണം. അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് വരികയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെ അകത്തേക്കും ഇതിൻ്റെ എല്ലാം മധുരം നന്നായിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ കാരമലിൽ തന്നെ നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ കുറച്ച് നേരം ഒന്നുകൂടെ നന്നായിട്ട് ഇതെല്ലാം തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാരമലിൽ തന്നെ തിളച്ച് വന്നതിൻ്റെ പേരിൽ കണ്ടോ ഇതിൻ്റെ അകത്തേക്കൊക്കെ മധുരമായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് ഇതെല്ലാം ഒന്ന് കുക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതി കേട്ടോ. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ സമയമാകുമ്പോൾ നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പൂറ്റിയെടുത്തുള്ള ചവരിയില്ലേ അത് ഞാൻ വെള്ളത്തിലൊന്ന് വാഷ് ചെയ്തെടുത്തപ്പോൾ നന്നായിട്ട് തന്നെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളിപ്പോൾ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൂട്ട്സ് കാരമലില്ലേ അത് ചേർത്ത് കൊടുക്കാം. കണ്ടോ തണുത്ത് വന്നപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം.
എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ഇനി വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. കാരണം ചവ്വരി നമ്മൾ ഊറ്റിയെടുത്താലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. ഞാനപ്പോൾ 1/4 കപ്പ് അരിപ്പൊടിയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് റവയാണ്. ഞാനപ്പോൾ 1/4 കപ്പ് റവയാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരുപാട് സമയമൊന്നും വേണ്ട കേട്ടോ. ഒരു 5 മിനിറ്റൊക്കെ വെച്ചാൽ മതി. ഇതിൽ ചേർത്തിട്ടുള്ള റവയെല്ലാം ഒന്ന് കുതിർന്നിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിയട്ടെ. അതിനുശേഷം നമുക്കെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ? ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പതുക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പിന്നെ മധുരമൊക്കെ ബാലൻസ് ചെയ്യാനായിട്ട് 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതെല്ലാം ദേ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ നോക്കിയേ നമ്മുടെ ബാറ്റർ കണ്ടോ? ഈ ഒരു കൺസിസ്റ്റൻസിലാണ് കേട്ടോ നമുക്ക് കിട്ടുക. ഞാനപ്പോൾ ഇതിലേക്ക് പ്രത്യേകിച്ച് വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. കാരണം നമ്മൾ ചവരി ഊറ്റിയെടുത്തെങ്കിലും അതിൽ കുറച്ച് വെള്ളമൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മൾ കാരമൽ റെഡിയാക്കിയപ്പോഴും വെള്ളം ഒഴിച്ചിട്ടുണ്ടായല്ലോ. അപ്പോൾ ഇത്രയും മതി. ഈ ഒരു രീതിയിൽ വേണം കേട്ടോ റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്നാക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് സ്നാക്ക് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ ഈ സ്നാക്ക് എന്തിലാണോ സെറ്റ് ചെയ്തെടുക്കുന്നത് അതൊന്ന് റെഡിയാക്കി എടുക്കണം. ഞാൻ ദാ ഇതുപോലെ ഒരു കേക്ക് ടിന്നാണ് ട്ടോ എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല. നമ്മുടെ വീട്ടിലിപ്പോൾ സ്റ്റീലിൻ്റെ പ്ലേറ്റൊക്കെ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് കൊടുത്തിട്ടായാലും റെഡിയാക്കി എടുത്താൽ മതി ട്ടോ. എന്നിട്ട് ഞാൻ ദാ ഇതിലേക്ക് ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പകരമായിട്ട് വാഴയില ഉണ്ടെങ്കിൽ ഇല വെച്ച് കൊടുത്താലും മതി. ഞാനിപ്പോൾ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തന്നേ ഉള്ളൂ. പിന്നെ ഒരു ചെറിയ കേക്ക് ടിന്നിലും കൂടെ ഞാൻ റെഡിയാക്കി എടുക്കുന്നുണ്ട് ട്ടോ. മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ ഇതും അതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്ററില്ലേ അത് ഒഴിച്ച് കൊടുക്കാം. ഞാനപ്പോൾ ഇതിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ച് കൊടുക്കുന്നില്ല കേട്ടോ. ഒരു 1/4 ഭാഗത്തോളം ഒഴിച്ച് കൊടുക്കുന്നുള്ളൂ. കുറച്ച് ഞാൻ വേറെ കേക്ക് ടിൻ റെഡിയാക്കിയിട്ടില്ലേ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടാണ് ട്ടോ സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഇനി സ്റ്റീമറിൽ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്കിത് വെച്ച് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓപ്പൺ ചെയ്യാം. കണ്ടോ? ഇതിപ്പോൾ നന്നായിട്ട് തന്നെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. നല്ലതുപോലെ ഒന്ന് സെറ്റായിട്ടൊക്കെ വന്നു. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ചൂട് പോട്ടെ. ചൂട് പോയതിന് ശേഷം നമുക്ക് എടുക്കാം. അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ വേറൊരു ടിന്നും കൂടെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അതും ഇതുപോലെ തന്നെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ ചൂടെല്ലാം പോയിട്ട് നല്ലതുപോലെ ഒന്ന് തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് തണുത്ത് വന്നതിന് ശേഷം വേണം കേട്ടോ നമ്മൾ ഇതിൽ നിന്ന് എടുക്കാനായിട്ട്. ഇനി ഒരു സ്പാച്ചില വെച്ചിട്ട് പതുക്കെ ഇങ്ങനെ നീക്കി കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ നമുക്ക് ഇതിൽ നിന്ന് വിട്ട് കിട്ടും. കണ്ടോ? നല്ലതുപോലെ നമുക്കിത് റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ വെറൈറ്റി ഉള്ള ഒരു സ്നാക്കാണ്. നമ്മളിതിലേക്ക് ഫ്രൂട്ട്സ് കാരമലൊക്കെ ചേർത്ത് കൊടുത്തതിൻ്റെ പേരിൽ ആ ഫ്രൂട്ട്സും ചവരിയൊക്കെ ഇങ്ങനെ കടിക്കാനായിട്ടൊക്കെ കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ഒക്കെ പറയാം. അതുപോലെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും പിന്നെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും പിന്നെ ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഇതിലും ടേസ്റ്റി ആയിട്ടുള്ള മറ്റു റെസിപ്പി ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു.